എല്ലാവർക്കും നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് ഫിസിക്സിന്റെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ചാർജ് ചെയ്യുന്ന മെത്തേഡ്സുകളെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ? ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലേ, ഘർഷണം മൂലം ചാർജ് ചെയ്യുന്നു, അതുപോലെ ഉരസൽ മൂലം അല്ലേ, അതുപോലെ തന്നെ ചാർജിങ് ബൈ കണ്ടക്ഷൻ കോണ്ടാക്ട് മൂലം ചാർജ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി അത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഒക്കെ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അതാണ് നമുക്ക് ഗുണവുമാണ്, അതുപോലെ തന്നെ ദോഷവുമാണ്. ചില സിറ്റുവേഷൻസിൽ ഹാംഫുൾ ആകാറുണ്ട് അല്ലേ, അതും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹാംഫുൾ ആകുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ അവോയ്ഡ് ചെയ്യാമെന്നാണ് നമുക്കിനി നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് എർത്തിങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എർത്തിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വീടുകളിലൊക്കെ എർത്തിങ് ചെയ്യാറുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു എർത്ത് പിൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കണക്ട് ചെയ്യാറുണ്ട്. നമ്മൾ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഒരു എർത്ത് പിന്നും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ആ എർത്തിങ് നടത്തുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എർത്തിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് ഇപ്പം നമ്മൾ കണ്ടു ഇല്ല, അതായത് കണ്ടില്ല, ഇവിടെ ചാർജസ് ഇവിടെ വന്നിട്ടുണ്ട്, ഈ നമ്മുടെ ബോഡിയിലേക്ക് ചാർജസ് വന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് ചാർജസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് ഇല്ല. അപ്പം അതിനെ നമ്മൾ എന്താണ് അവോയ്ഡ് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ എന്താണ് എർത്തുമായിട്ടൊരു കോണ്ടാക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ ചാർജ് എർത്തിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എർത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്താണ് നമ്മുടെ കയ്യിലുള്ള എക്സസ് ചാർജ് ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. എക്സസ് ചാർജസ് എർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സേഫ് ആയിട്ടിരിക്കും. ക്ലിയർ ആയല്ലോ? ഇത് അവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ നോക്കൂ കേട്ടോ. എ ചാർജ്ഡ് പ്ലാസ്റ്റിക് പെൻ ഓർ സ്കെയിൽ വിൽ അട്രാക്ട് പീസസ് ഓഫ് പേപ്പർ. നമ്മളൊരു ചാർജ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പെൻ നമ്മൾ ചാർജ് ചെയ്യുന്ന മെത്തേഡ് കണ്ടിട്ടുണ്ടല്ലോ, എന്താണ് ഫ്രിക്ഷൻ വഴിയോ അല്ലെങ്കിൽ കോണ്ടാക്ട് വഴിയോ എങ്ങനെയും ചാർജ് ചെയ്യുക. അങ്ങനെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പെന്നോ സ്കെയിലോ നമ്മൾ എന്താണ് നമുക്കൊരു പീസസ് ഓഫ് പേപ്പറിലേക്ക് കൊണ്ടുവന്ന് എന്ത് സംഭവിക്കും? വിൽ അട്രാക്ട് ചെയ്യും. നമ്മൾ കണ്ടു. ക്ലിയർ ആയല്ലോ? പഠിച്ചതാണ്. ഇനി ടച്ച് ദിസ് പെൻ ഓർ സ്കെയിൽ ഓൺ ദ ഗ്രൗണ്ട്. എന്നിട്ട് നമ്മൾ ആ പെൻ, അപ്പോൾ ആ പെൻ എന്നിട്ട് ചാർജ് ഉണ്ട് ഇല്ല, പെൻ ചാർജ് ഉണ്ടാകുന്നത് തന്നെ പീസ് ഓഫ് പേപ്പേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പെന്ന് നമ്മൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്താണ് ആ പേപ്പറിലേക്ക് കൊണ്ടുവരുവാണെന്നുള്ളത് എന്ത് സംഭവിക്കും? അത് അട്രാക്ട് ചെയ്യുകയല്ല. ഡസ് ഇറ്റ് സ്റ്റിൽ അട്രാക്ട് എന്നാണ് ചോദിക്കുന്നത്. എന്ത് സംഭവിക്കുന്നുണ്ട്? അത് അട്രാക്ട് ചെയ്യുന്നില്ല നമുക്ക് പറയാൻ സാധിക്കും ഇല്ല. അപ്പം എന്ത് പറയാം? നോ ലോങ്ങർ അട്രാക്ട്സ് എന്ന് പറയാം കേട്ടോ. നോ ലോങ്ങർ അട്രാക്ട്സ് അല്ലേ. അട്രാക്ട്സ് ദ പേപ്പർ നമ്മൾ കണ്ടല്ലോ, അട്രാക്ട്സ് ദ പീസ് ഓഫ് പേപ്പർ എന്ന് എഴുതാം. അട്രാക്ട്സ് ദ പീസ് ഓഫ് പേപ്പർ എന്നാണ് കേട്ടോ. ആ പീസ് ഓഫ് പേപ്പറിന് അത് അധികം അട്രാക്ട് ചെയ്യില്ല. അതിന് കാരണം എന്താണ്? എർത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ആ ചാർജ് മുഴുവൻ എർത്തിലേക്ക് പോയി. മനസ്സിലാവുന്നുണ്ട്? ഒരു സ്കെയിൽ, ഇതൊരു സ്കെയിലാണ്, അതിൻ്റെ ഒരു നെഗറ്റീവ് ചാർജ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് അത് എർത്തിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിമ്പിൾ ഉണ്ട്. എർത്തിങ് കൊടുക്കുന്നതിന് ഒരു സിമ്പിൾ നിങ്ങൾ എവിടെയെങ്കിലും ഈ ഡയഗ്രാം ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടോ? ഇതാ ഇങ്ങനെ ഒരു സിമ്പിൾ കാണുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എർത്തിങ് എന്നാണ് കേട്ടോ. എർത്തിങ് അതായത് ഭൂമിയിലേക്ക് എർത്തിങ് കൊടുക്കുന്നതിൻ്റെ ഒരു സിമ്പിളാണിത്. എന്ത് സംഭവിക്കുന്നുണ്ട്? ആ സ്കെയിൽ എന്താണ് ഭൂമിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക. ഭൂമിയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ചാർജ് മുഴുവൻ ഭൂമിയിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അതിന് ചാർജ് ഉണ്ടോ? ഇതൊരു നെഗറ്റീവ്ലി ചാർജ് സ്കെയിലായിരുന്നു സപ്പോസ് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് ഇലക്ട്രോൺസ് എന്താണ് ഫുള്ള് എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ അത് ചാർജ് ഉണ്ടോ? ഇല്ല. ക്ലിയർ ആണല്ലോ? പിന്നെ അത് അട്രാക്ട് ചെയ്യത്തുമില്ല. ക്ലിയർ? അതാണ് എർത്തിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രിങ്ങിങ് ആൻ ഒബ്ജക്റ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ എർത്ത് ഇൻ ദിസ് മാനർ ഈസ് കോൾഡ് എർത്തിങ്. ക്ലിയറല്ലോ? അപ്പം എർത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിൽ കോണ്ടാക്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എർത്തിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജ് നഷ്ടപ്പെടാൻ കാരണം? നമുക്കറിയാം, ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ്? ഭൂമിയിൽ ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണെന്ന് പറയാം കേട്ടോ. അത് അവിടെ എഴുതിയിട്ടുണ്ട്. എർത്ത് ഈസ് ആൻ ഇലക്ട്രോൺ ബാങ്ക് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എർത്തിൽ നിറയെ ഇലക്ട്രോൺസും ഉണ്ട്. അതായത് ഇലക്ട്രോൺ ബാങ്ക് എന്ന് പറയും. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്താണ് റിസീവ് ചെയ്യുകയും ചെയ്യാം, കൊടുക്കുകയും ചെയ്യാം. നോർമലി ബാങ്കിന്റെ ഫംഗ്ഷൻ ഒക്കെ എങ്ങനെയാണ്? നമുക്കില്ല, പൈസ ഇടുകയും ചെയ്യാം, പൈസ എടുക്കുകയും ചെയ്യാം. ശരിയല്ല? അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിന് കൊടുക്കുകയും ചെയ്യാം. ഇലക്ട്രോണിന് ഇങ്ങോട്ട് എർത്തിലേക്ക്, ഇപ്പോൾ ഭൂമിയാണെന്ന് വിചാരിച്ചു, ഇത് ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് ഇലക്ട്രോൺസിനെ അങ്ങോട്ട് വിടുകയും ചെയ്യാം, അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യാം. അതായത് ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയില്ല, കൊടുക്കുകയും ചെയ്യാം, വാങ്ങുകയും ചെയ്യാം ഇലക്ട്രോൺസിന്. അതുകൊണ്ട് ഭൂമി എന്ന് പറഞ്ഞത് ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. കൊടുക്കുകയും റിസീവ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ അതാണ് അത് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യാം.
ക്ലിയർ ആയല്ലോ. ഡ്യൂ ടു ഇറ്റ് സൈസ് ആൻഡ് കണ്ടക്ടിവിറ്റി, എർത്തിന്റെ സൈസും കണ്ടക്ടിവിറ്റി ചാലകത ഒക്കെ മൂലം എന്താണ് എർത്ത് ക്യാൻ ഡൊണേറ്റ് ആൻഡ് റിസീവ് ഇലക്ട്രോൺസ്. എർത്ത് നമുക്കറിയാം എർത്ത് വളരെ ലാർജ് സൈസാണ്, അതുപോലെ കണ്ടക്ടിവിറ്റി ഉള്ളതാണ്, ചാലകത ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എർത്തിന് എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയും ചെയ്യാം, റിസീവ് ചെയ്യുകയും ചെയ്യാം. ഡൊണേറ്റ് ചെയ്യുന്ന വെച്ചാൽ കൊടുക്കുക, റിസീവ് ചെയ്യുന്ന വെച്ചാൽ വാങ്ങിക്കുക. ഇലക്ട്രോൺസിനെ വാങ്ങിക്കാനും കൊടുക്കാനുള്ള കഴിവ് എർത്തിനുണ്ട്. അതുകൊണ്ട് എർത്തിനെ എന്തെന്ന് പറയുന്നുണ്ട്, ഒരു ഇലക്ട്രോൺ കണ്ടില്ല, ഒരു ഇലക്ട്രോൺ ബാങ്ക് ആയിട്ട് കരുതാം. Therefore, charged objects can neutralized when earthed. അപ്പം ചാർജ്ഡ് ഒബ്ജക്ട്സിനെ ന്യൂട്രലൈസ്ഡ് ആക്കാൻ പറ്റും എന്ത് ചെയ്താൽ, എർത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലാവുന്നല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടോ, ഹൗ ക്യാൻ ബി അവോയ്ഡ് സ്റ്റാറ്റിക് ചാർജസ് ഇഫ് ഇറ്റ് കോസസ് ഡേഞ്ചേഴ്സ്. നമുക്ക് ഡേഞ്ചേഴ്സ് ആണെന്ന് പറഞ്ഞു, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എർത്തിങ് ഈസ് ഇനഫ് എന്ന് പറയുന്നത്. എർത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാർജസിനെ ന്യൂട്രലൈസ് ചെയ്ത് നിർവീര്യമാക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ എന്താണ് എർത്തിങ് എന്ന് മനസ്സിലായല്ലോ. എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്താണ് നമ്മുടെ എക്സസ് ഇലക്ട്രോൺസിനെ എർത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കൂടുതലായിട്ടുള്ള എക്സസ് ഇലക്ട്രോൺസ് പോവും, എർത്തിലേക്ക് പോകും. എർത്ത് ഇലക്ട്രോൺ ബാങ്ക് ആണ്, എർത്തിനെ റിസീവ് ചെയ്യാനും സാധിക്കും, അതുപോലെ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും ഇലക്ട്രോൺസിനെ. അപ്പോൾ അതിന്റെ ചാർജ് എന്തായിട്ട് മാറും, ന്യൂട്രലൈസ്ഡ് ആയിട്ട് മാറും കേട്ടോ. അപ്പം ഇനി ഇവിടെ കണ്ടല്ലോ, റീസൺ മനസ്സിലായല്ലോ. ഇലക്ട്രിക് ചാർജ് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ല. അപ്പൊ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്ത് ന്യൂട്രൽ ആയി പോകും. ചാർജ് ന്യൂട്രൽ ആയി പോയി പിന്നെ ഇതിന് ചാർജ് ഉണ്ടോ, ഇല്ല. അപ്പൊ ഇനി അട്രാക്ട് ചെയ്യും ഒബ്ജക്ട്സിനെ, ഇപ്പൊ സ്കെയിൽ അട്രാക്ട് ചെയ്യും ഒബ്ജക്ട്സിനെ, ഇല്ല. ക്ലിയർ ആയല്ലോ. അപ്പം ടച്ചിങ് എ ചാർജ്ഡ് ഒബ്ജക്ട് ടു ദ ഗ്രൗണ്ട് റിമൂവ് ഇറ്റ്സ് ചാർജ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. അപ്പം ടച്ചിങ് എ ചാർജ്ഡ് ഒബ്ജക്റ്റ്, ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റിനെ എർത്തിലേക്ക് ടച്ച് ചെയ്ത് അതിന്റെ ചാർജ് എന്തായിട്ട് മാറും, ചാർജ് അവിടെ നഷ്ടപ്പെടും. എർത്തിങ് മേക്സ് എ ചാർജ്ഡ് ഒബ്ജക്ട്സ് ന്യൂട്രൽ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. എർത്തിങ് മേക്സ് എ ചാർജ്ഡ് ഒബ്ജക്ട്സ് ന്യൂട്രൽ. മനസ്സിലായോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, എന്താ നോക്കിയേ, ടച്ചിങ് എ ചാർജ് ഒബ്ജക്ട്സ് ഗ്രൗണ്ട് റിമൂവ് ഇറ്റ്സ് ചാർജ്. എർത്തിങ് മേക്സ് എ ചാർജ് ഒബ്ജക്ട്സ് ന്യൂട്രൽ. എർത്തിങ് ഇങ്ങനെയാണ് ഒരു ചാർജ് ഒബ്ജക്ട്സിനെ ന്യൂട്രൽ ആക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ് ഒബ്ജക്ട്സിനെ നമ്മൾ എർത്തിങ് കൊടുത്തു കഴിയുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് നോക്കാം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്ന ഒരു പോസിറ്റീവ്ലി ചാർജ് ഒബ്ജക്റ്റ് ആണല്ലേ. അത് നോക്കുക, ഒരു പോസിറ്റീവ്ലി ചാർജ് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ ഒരു നെഗറ്റീവ്ലി ചാർജ് ഒബ്ജക്റ്റ് ആണ്. ആ ഭാഗത്ത് നോക്കിയാൽ പോസിറ്റീവ്ലി ചാർജ് ഒബ്ജക്റ്റ് ഇല്ല, അതിനെ എർത്തിങ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കുന്നു, എർത്ത് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ബാങ്ക് നമ്മൾ പറഞ്ഞു ഇല്ല, റിസീവ് ചെയ്യുകയും ചെയ്യും ഡൊണേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, ആ എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകും കണ്ടില്ല, എർത്തിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ആ ബോഡിയിലേക്ക് പോകും. ക്ലിയർ ആയാലും. അപ്പൊ എന്ത് സംഭവിക്കും, അത് ന്യൂട്രലൈസ്ഡ് ആയിട്ട് പോകും. അതുപോലെ തന്നെയാണ് നെഗറ്റീവ്ലി ചാർജ് ഒബ്ജക്റ്റ്. അപ്പൊ എന്താണ്, ഇലക്ട്രോൺസ് എർത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം എന്ത് സംഭവിക്കും, ആ ഇലക്ട്രോൺസ് എല്ലാം പോയി കഴിയുമ്പോൾ അത് ന്യൂട്രലൈസ്ഡ് ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ. അപ്പൊ എന്താണ്, നെഗറ്റീവ്ലി ചാർജ് ആണെങ്കിലും പോസിറ്റീവ്ലി ചാർജ് ഒബ്ജക്റ്റ് ആണെങ്കിലും എന്താണ് അവിടെ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടാവും ഇല്ല. ഇപ്പൊ നെഗറ്റീവ്ലി ചാർജ് ആവുകയാണെങ്കിൽ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട്, അത് എർത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എക്സ്ട്രാ ഇലക്ട്രോൺസ് ബോഡിയിൽ നിന്നും ഒബ്ജക്റ്റിൽ നിന്ന് എർത്തിലേക്ക് പോകും. അപ്പൊ എന്തായിട്ട് മാറും, അത് ന്യൂട്രൽ ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ പോസിറ്റീവ്ലി ചാർജ് എന്നാണ് ഇലക്ട്രോൺസിന് ഷോർട്ടേജ് ആണ് അവിടെ ഉള്ളത് അല്ലേ. പോസിറ്റീവ്ലി ചാർജിന്റെ കേസ് വരുമ്പോൾ ഇലക്ട്രോൺസിന് ഷോർട്ടേജ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ എർത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസ് എർത്തിൽ നിന്നും ഇതിലേക്ക് പോകും, എന്നിട്ട് എന്ത് സംഭവിക്കും, ന്യൂട്രലൈസ്ഡ് ആകും. ക്ലിയർ ആയല്ലോ. അപ്പം എർത്തിങ് ആണ് ഒരു ഒബ്ജക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിർവീര്യമാക്കാൻ വേണ്ടി, അതിന്റെ ചാർജ് നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള മാർഗം എന്താണ്, എർത്തിങ് ആണ്. ഇലക്ട്രോൺസ് ടു ഫ്ലോ ടു അല്ലെ, ഇലക്ട്രോൺസ് ഫ്ലോ ടു ഓർ ഫ്രം ദ എർത്ത് എന്ന് പറയാം. ഇലക്ട്രോൺസ് എർത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് എർത്തിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഫ്ലോ ചെയ്ത് അത് ന്യൂട്രലൈസ്ഡ് ആവുന്ന വരെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ എർത്തിൽ നിന്ന് പോകും, അല്ലെങ്കിൽ എർത്തിലേക്ക് വരും. അങ്ങനെ ന്യൂട്രലൈസ്ഡ് ആവുന്നത് വരെ എന്താണ്, ഇലക്ട്രോൺസ് അവിടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയല്ലോ സംഭവങ്ങള്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. പോസിറ്റീവ്ലി ചാർജ് ഒബ്ജക്റ്റിന്റെ കേസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഹാസ് എ ഷോർട്ടേജ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. വെൻ കണക്റ്റഡ് ടു ദ എർത്ത് ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം എർത്ത് ടു ദ ഒബ്ജക്റ്റ്. പിന്നെന്താണ്, ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ന്യൂട്രലൈസ് ദ പോസിറ്റീവ് ചാർജ്. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജിന്റെ കേസ് എഴുതിയിട്ടുണ്ട്. എക്സസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കണക്റ്റഡ് ടു ദ എർത്ത് എക്സ്ട്രാ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം ഒബ്ജക്റ്റ് ടു ദ എർത്ത്. ഒബ്ജക്റ്റ് ലോസസ് എക്സസ് നെഗറ്റീവ് ചാർജ് ആൻഡ് ബിക്കംസ് ന്യൂട്രൽ ആവുന്നു പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായി ഇവിടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒരു കുട്ടി സ്ലൈഡിൽ കൂടെ താഴേക്ക് പോരുവാണ് അല്ലെ, മൂവ് ഡൗൺ ചെയ്യുവാണ് അല്ലേ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ അതാ കുട്ടിയുടെ ഹെയർ കണ്ടോ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലേ. ഹെയർ പൊങ്ങി നിൽക്കാൻ കാരണം എന്തായിരിക്കാം, അവിടെ ചാർജ് വന്നില്ലേ. ഇവിടെ എങ്ങനെയാണ് ചാർജ് വന്നത്, ഇവിടെ ഒരസിപ്പോരുക, ഘർഷണം മൂലം അല്ലെങ്കിൽ ഫ്രിക്ഷൻ മൂലമാണ് ഈ കുട്ടിയുടെ ബോഡിയിലേക്ക് ചാർജ് വന്നത്. അത് മൂലമാണ് ഹെയർ ഇവിടെ പൊങ്ങി നിൽക്കാൻ കാരണം. ക്ലിയർ ആയല്ലോ. ഒബ്സർവ് എ ചൈൽഡ് സ്ലൈഡിങ് ഡൗൺ എ റൈഡ് ഇൻ ദ പാർക്ക്. ഈസ് ഇൻ ദ ചൈൽഡ് ഹെയർ അൺയൂഷ്വലി റേസ്ഡ്. കണ്ടില്ലേ,
സാധാരണമായിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. കാരണം എന്താണ്? ഹൗ ഡിഡ് ദ ചാർജ് അക്യുമുലേറ്റ് ഇൻ ദ ഹെയർ? എങ്ങനെയാണ് ഹെയറിലേക്ക് ചാർജ് വന്നത്? ത്രൂ ഫ്രിക്ഷൻ അല്ലേ? ഫ്രിക്ഷൻ മൂലമാണെന്ന് പറയാം അല്ലേ? ത്രൂ ഫ്രിക്ഷൻ എന്ന് പറയാം അല്ലെ? ഘർഷണം അല്ലെങ്കിൽ എന്താണ്? ഒരസൽ മൂലം അല്ലെ? ഒരസൽ മൂലമാണ് ആ കുട്ടിയിലേക്ക് ചാർജ് വന്നത്. ക്യാൻ യു സജസ്റ്റ് എ മെത്തേഡ് ന്യൂട്രലൈസ് ദ ചാർജ്? ഈ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്? നമ്മൾ എന്താണ് പറഞ്ഞത്? ഗ്രൗണ്ടിലേക്ക് അല്ലേ? ആ കുട്ടി ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ എക്സസ് ഇലക്ട്രോൺസ് അല്ലേ ഇവിടെ വന്നത്, അത് എർത്തിലേക്ക് പോകും. അപ്പൊ നമുക്ക് ന്യൂട്രലൈസ്ഡ് ആയിട്ട് മാറാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ആൻസർ ആയിട്ട് എങ്ങനെ പറയാം? അവിടെ നോക്കിയോട്ടോ. ദ അക്യുമുലേറ്റഡ് ചാർജ് ക്യാൻ ബി ന്യൂട്രലൈസ്ഡ് ബൈ ടച്ചിങ് ദ ഗ്രൗണ്ട് അല്ലേ? ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ അത് ന്യൂട്രലൈസ് ആയി പോകും. ദിസ് അലൗസ് ദ എക്സസ് ചാർജ് ടു ഫ്ലോ ടു ദ എർത്ത് മേക്കിംഗ് ദ ബോഡി ന്യൂട്രൽ അഗൈൻ. പിന്നെയും ബോഡി എന്തായിട്ട് മാറും? ന്യൂട്രൽ ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ കണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ റിപ്പയർ ചെയ്യാൻ നേരത്തെ ഇല്ലേ നമ്മൾ പറഞ്ഞു കയ്യിലേക്ക് ഇലക്ട്രിസിറ്റി വരാൻ ചാൻസ് ഉണ്ട്, ഫ്രിക്ഷൻ മൂലം ഇല്ല റബ്ബിംഗ് മൂലമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അതിന്റെ റീസൺ ഒക്കെ മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ഉപയോഗിക്കുമ്പോൾ അത് എർത്തുമായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അതുകൊണ്ടാണ് എന്താണ് സേഫ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനൊക്കെ എന്ത് സംഭവിക്കും? അത് ഡാമേജ് ആയിട്ട് പോകും ഇല്ലേ? എക്സസ് ചാർജ് അല്ലേ ചെല്ലുന്നത്. അതാ നോക്കട്ടോ. വൈൽ റിപ്പയറിംഗ് ഇലക്ട്രോണിക് ഡിവൈസസ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജസ് ക്യാൻ അക്യുമുലേറ്റ് അല്ലേ? അക്യുമുലേറ്റ് ചെയ്യാൻ ചെയ്യും. ദീസ് ചാർജസ് ആർ ന്യൂട്രലൈസ്ഡ് ത്രൂ എർത്തിങ്. ആ ചാർജസിനെ നമുക്ക് എങ്ങനെയാണ് എർത്തിങ് വഴി ന്യൂട്രലൈസ് ചെയ്യാം അല്ലേ? റിപ്പയർ പേഴ്സണൽ മൈറ്റ്സ് വെയർ ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ദാറ്റ് ക്യാൻ പ്രോപ്പർലി എർത്തഡ് ആയിട്ടുള്ള ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ഫോണിൻ്റെയും കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ ചിപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് അവരിത് റിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അവിടെ നോക്കട്ടെ. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ്. അതൊരു ക്വസ്റ്റ്യൻ ആട്ടോ. വൈ മൊബൈൽ ടെക്നീഷ്യൻസ് യൂസ് ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസ്? മൊബൈൽ ടെക്നീഷ്യൻസ് ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ഉപയോഗിക്കുന്നതിനുള്ള കാരണം എന്താണ്? അപ്പൊ എന്താണ് കാരണം? എന്താണ്? ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഡാമേജ് ചെയ്യാതിരിക്കാനാണ് അത് ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഫ്രിക്ഷൻ മൂലം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ അത്തരത്തിലുള്ള ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ആണ് കേട്ടോ. മൊബൈൽ ടെക്നീഷ്യൻസ് യൂസ് ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ടു പ്രിവെന്റ് ഡാമേജ് ടു ഇലക്ട്രോണിക് കമ്പോണൻസ് കോസ്ഡ് ബൈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി മൂലം ഇലക്ട്രോണിക് കമ്പോണൻസ് ഡാമേജ് ആയിരിക്കാൻ വേണ്ടിയാണ് അവർ ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ഉപയോഗിക്കുന്നത്. പ്രോപ്പർലി എർത്തഡ് ആയിരിക്കും. ഇനി നോക്കിയേ, നമുക്ക് കുറേയേറെ സിറ്റുവേഷൻസിൽ എന്താണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ ആണെങ്കിലും പെട്ടെന്നൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവും ഇല്ലേ? അല്ലെങ്കിൽ എന്താണ് വലിയ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ പെട്രോളൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് അതിൻ്റെ പുറഭാഗത്ത് ഒരു മെറ്റൽ എന്താണ് ഒരു വയർ ഇങ്ങനെ തൂക്കിയിട്ട് ചങ്ങല പോലെ എർത്തുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന രീതിയിൽ തൂക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കട്ടെ. ഇനിയും അടിഭാഗത്തൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ബാക്കിലും അടിഭാഗത്തൊക്കെ ആയിട്ട് ചെറിയൊരു ചെയിൻ ഇങ്ങനെ എർത്തുമായിട്ട് കോൺടാക്ട് വരുന്ന രീതിയിൽ ഹാങ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് കാരണം എന്താണ്? നമുക്കറിയാം ഫ്രിക്ഷൻ മൂലം അല്ലെ? വാഹനങ്ങൾ ഫ്രിക്ഷൻ മൂലം എന്താണ് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പം എക്സ്പ്ലോഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു മെറ്റൽ ചങ്ങല എർത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പം എന്ത് സംഭവിക്കും? മൂവ് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ട് ആ മെറ്റൽ ബോഡിയിലേക്ക് വരുന്ന എക്സസ് ചാർജസ് എർത്തിലേക്ക് പോകും കേട്ടോ. അതിനുവേണ്ടിയാണ് അങ്ങനെയുള്ള മെറ്റൽ ചെയിനൊക്കെ ഹാങ് ചെയ്തിടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടല്ലേ? എർത്തിങ് മെക്കാനിസം മീൻസ് സം സിറ്റുവേഷൻസ് ഡെയിലി ലൈഫിലെ സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ഫ്യൂവൽ ടാങ്കേഴ്സ് ആർ എർത്തഡ് ബിഫോർ ലോഡിങ് ഓർ അൺലോഡിങ് ഫ്യൂവൽ ടു പ്രിവെന്റ് സ്പാർക്കിംഗ്. എർത്തിങ് കൊടുക്കാറുണ്ട്. ഫ്യൂവൽ ടാങ്കിൽസിലൊക്കെ എർത്തിങ് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് ചങ്ങളെ ഹാങ് ചെയ്തിടാറുണ്ട് കേട്ടോ. ലൈറ്റിംഗ് റോഡ്സ് ഓൺ ബിൽഡിംഗ് കണ്ടക്ട് ദ ഇലക്ട്രിക് ചാർജസ് ഓഫ് ലൈറ്റിംഗ് സേഫ്റ്റി ടു ദ ഗ്രൗണ്ട്. എന്താണ് ഈ വലിയ ബിൽഡിങ്ങിലൊക്കെ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ലൈറ്റനിങ് ഉണ്ടല്ലോ, ഇടിമിന്നൽ മൂലം ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ലൈറ്റനിങ് റോഡ്സ് ഒക്കെ വെക്കാറുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് റിപ്പയറിംഗ് ടെക്നീഷ്യൻസ് യൂസ്ഡ് എർത്തഡ് ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ടു അവോയ്ഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജസ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ രണ്ട് തരത്തിലുള്ള ചാർജ് ചെയ്യുന്ന മെത്തേഡ് കണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ചാർജിങ് ബൈ ഫ്രിക്ഷൻ കണ്ടു, ചാർജിങ് ബൈ കണ്ടക്ഷൻ കണ്ടു. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കോണ്ടാക്ട് വരുന്നുണ്ട്, ഉരസലുമാണ്. ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അവിടെ കോണ്ടാക്ട് വരുന്നുണ്ട് കേട്ടോ. കോണ്ടാക്ട് വന്നാലുള്ള ചാർജ് ഉണ്ടാകത്തുള്ളൂ. ഇനി അടുത്തൊരു മെത്തേഡാണ്, ദാറ്റ് ഈസ് എ
ചാർജിങ് ബൈ ഇൻഡക്ഷൻ മൂലം ഇൻഡ്യൂസ് ചെയ്യാന്ന് പറയും കേട്ടോ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്നാണ് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെയാ നോക്കാം. ഇൻഡക്ഷൻ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദർ ഈസ് നോ കോണ്ടാക്ട് കേട്ടോ. അത് ഓർത്തോണം, നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് തമ്മിൽ എങ്ങനെയാണ് അവിടെ നിന്നാണ് കോണ്ടാക്ട്സ് ഒന്നുമില്ല. ഒബ്ജക്ട്സിന്റെ ഇടയിൽ കോണ്ടാക്ട് ഒന്നുമില്ല. നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ ഇങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്ട് വേണം, ടച്ച് ചെയ്യണം. ഇപ്പോൾ ഓർത്തിരിക്കുക, ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ്? നോ കോണ്ടാക്ട് ആണ്. അവിടെ കോണ്ടാക്ട് ഒന്നും വരുന്നില്ല. ഓക്കെ ആണല്ലോ. അവിടെ ചിത്രത്തിൽ നോക്കിയേ. ലുക്ക് അറ്റ് ദ ഇമേജ് ഷോയിങ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡ് ബീങ് ബ്രോട്ട് നിയർ എ മെറ്റൽ സ്പിയർ ഫിക്സ്ഡ് ഓൺ എ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇവിടെ കണ്ടില്ലേ, ഒരു മെറ്റൽ ബോൾ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്, മെറ്റൽ സ്പിയർ ആണ്. ദെൻ അതിലേക്ക് ഒരു എന്താണ് കൊണ്ടുവരിക, ഒരു ചാർജ്ഡ് ആയിട്ടുള്ള റോഡ് കൊണ്ടുവരിക. അതിനെ ടച്ച് ചെയ്യുന്നില്ല. ടീച്ചർ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ നെഗറ്റീവ്ലി ചാർജ് റോഡ് ഈസ് പ്ലേസ്ഡ് ലൈക്ക് ദിസ്? ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് ടച്ച് ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാന്ന് നോക്കിയേ, നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ളതാണ്. മെറ്റൽ സ്പിയറിൽ അത് ന്യൂട്രൽ ആണല്ലോ, പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ഒരു റോഡ് ഇതിലെ സമീപത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിലെങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ആണല്ലേ. സപ്പോസ് ഇതൊരു നെഗറ്റീവ് ചാർജ് ആണെന്ന് വെച്ചാൽ ഇതിൽ ഫുള്ള് നെഗറ്റീവ് ആണ്. ഇവിടെ എന്താണ് ഒരു പോസിറ്റീവും നെഗറ്റീവും എല്ലാം മിക്സ് ചെയ്തിരിക്കുകയല്ലോ. ഇവിടെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് എല്ലാം മിക്സ് ചെയ്തിരിക്കുകയാണ് ഇതിലേക്ക്. അപ്പൊ ഇത് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ എന്താണ്, ഇവിടെയുള്ള നെഗറ്റീവ് ചാർജസ് എല്ലാം ഇല്ല, അവിടെയുള്ള നെഗറ്റീവ് ചാർജസ് എല്ലാം എങ്ങോട്ട് പോകും? അത് റിപ്പൽ ചെയ്തു പോലും, അത് ഇങ്ങോട്ട് പോകും. ബാക്കി പോസിറ്റീവ് ചാർജസ് അല്ലേ? കാരണം ഇവിടെ വരുന്നത് എന്താണ്, ഇവിടെ ഇങ്ങോട്ട് കൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് മെറ്റൽ അല്ലേ, നെഗറ്റീവ് ചാർജ് ഉള്ള മെറ്റലാണ്. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് എല്ലാം ഈ സൈഡിലേക്ക് നിൽക്കും, നെഗറ്റീവ് എല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ അതാണ് അവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇപ്പൊ നോക്കിയാൽ നെഗറ്റീവ്ലി ചാർജ് റോഡ് ഈസ് ബ്രോട്ട് നിയർ ദ മെറ്റൽ സ്പിയർ. എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ടേക്സ് പ്ലേസ് ഇൻ ദ മെറ്റൽ സ്പിയർ. അല്ലെ, ചാർജസ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ദ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ സ്പിയർ ആർ റിപ്പൽഡ് അവേ ഫ്രം ദ ഗ്ലാസ് റോഡ്. അല്ലേ, എന്താണ് ഗ്ലാസ് റോഡ്? ഇതാണ് ഗ്ലാസ് റോഡ് കൊണ്ടുവന്നപ്പോൾ അതാണ് ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജസ് എല്ലാം റിപ്പൽ ചെയ്ത് പോയി. പിന്നെന്താണ്, ഈ സൈഡിൽ പോസിറ്റീവ് ചാർജ് വന്നു. ക്ലിയർ ആയല്ലോ. അപ്പൊ നെഗറ്റീവ് ചാർജ് ഗ്ലാസ് റോഡിന്റെ പ്രസൻസ് മൂലം ഇല്ലേ, ചാർജസ് അവിടെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലേ. ആദ്യമേ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ട് കിടക്കുമായിരുന്നു. പിന്നെ നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, അതായത് എല്ലാം പോസിറ്റീവ് ചാർജ് എല്ലാം ഇവിടെ വന്നു, നെഗറ്റീവ് ചാർജ് എല്ലാം മറ്റേ സൈഡിലോട്ട് പോയി കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഈ മെത്തേഡിനെ പറയുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയും കേട്ടോ. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്ലാസ് റോഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഒക്കേഴ്സ് ഇൻ ദ നിയർ ബൈ മെറ്റൽ സ്പിയർ. അല്ലെ, റീഡിസ്ട്രിബ്യൂഷൻ നടന്നു. നേരത്തെ മിക്സ് ചെയ്തിരിക്കുകയായിരിക്കുന്നത്, നെഗറ്റീവ് ചാർജ് വന്നപ്പോൾ അവിടെ റീഡിസ്ട്രിബ്യൂഷൻ നടന്നു ഇല്ലേ. അപ്പൊ അതിനെ പറയുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ. ഇതുപോലെ തന്നെയാണ് ഒരു പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള വസ്തു കൊണ്ടുവന്നാലും അത് തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. അതാ ഇവിടെ സപ്പോസ് ഇതൊരു പോസിറ്റീവ്ലി ചാർജ് ഇതാന്ന് വിചാരിച്ചു, പോസിറ്റീവ്ലി ചാർജാണ്. ഇവിടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം മിക്സ് ചെയ്തിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ നെഗറ്റീവ് എല്ലാം ഈ ഇവിടെ വരും ഇല്ല, അട്രാക്ട് ചെയ്യും. ബാക്കി പോസിറ്റീവ് ചാർജ് എല്ലാം ഈ സൈഡിലോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? പോസിറ്റീവ് ചാർജ് എല്ലാം ആ സൈഡിലോട്ട് പോകും, നെഗറ്റീവ് ചാർജ് ഇല്ല, നെഗറ്റീവ് ചാർജ് എല്ലാം എന്താണ് ഈ ഇവിടെ നിൽക്കും ഇല്ല, നെഗറ്റീവ് ചാർജ് എല്ലാം ഇവിടെ നിൽക്കും, പോസിറ്റീവ് ചാർജ് എല്ലാം ഈ സൈഡിലോട്ട് പോകും. ക്ലിയർ ആണല്ലോ. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിനെ ഫുള്ളായിട്ട് എന്താണ് ഒറ്റൊരു ചാർജ് ആക്കി മാറ്റണം. അതിന് എന്ത് ചെയ്യും? നമ്മൾ എർത്തിങ് ചെയ്യും. അപ്പൊ ഈ പോർഷൻ ഇവിടെ നമ്മൾ എർത്തിങ് ചെയ്യും. മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ഈ ഒരു പോർഷൻ എർത്തിങ് ചെയ്തു. എർത്തിങ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ എന്തെങ്കിലും ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരും, ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും അല്ലേ, ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. അപ്പൊ എന്തായിട്ട് മാറും? എക്സസ് ഇലക്ട്രോൺസ് വന്നില്ല. അപ്പൊ എന്തായത്? ഫുള്ളായിട്ട് നെഗറ്റീവ് ചാർജുള്ള ഒരു ബോഡി ആയിട്ട് മാറി. അപ്പൊ ഇതൊരു നെഗറ്റീവ് ചാർജുള്ള ബോഡി ആയിട്ട് മാറി. ക്ലിയർ ആയല്ലോ. ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് അല്ലേ, ഇത് ഇങ്ങോട്ട് പോകും, എർത്തിലേക്ക് പോകും. പിന്നെ എന്തായിട്ട് മാറി? ഇത് ഫുള്ളായിട്ടൊരു പോസിറ്റീവ് ചാർജുള്ള ബോഡി ആയിട്ട് മാറി. ക്ലിയർ ആയല്ലോ. അപ്പൊ ചാർജ് ഇല്ലാതെ ന്യൂട്രൽ ആയിട്ടിരിക്കുന്നതായിരുന്നു, അതിന് നമ്മൾ പോസിറ്റീവ് ചാർജുള്ള ബോഡി ആക്കി മാറ്റി. ഇതൊരു പോസിറ്റീവ് ആയിട്ട് മാറി, ഇതൊരു നെഗറ്റീവ് ആയിട്ട് മാറി. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. മനസ്സിലായല്ലോ. അത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി, അടുത്തൊരു സിറ്റുവേഷൻ കൊടുത്തിരിക്കുകയാണ്. അവിടെ പോസിറ്റീവ് അല്ലേ, അവിടെ നെഗറ്റീവ് വന്നു. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? എർത്തിങ് കൊടുത്തു, മെറ്റൽസിനെ എർത്ത് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് എല്ലാം എങ്ങോട്ട് പോയി? താഴേക്ക് പോയി ഇല്ലേ, എർത്തിലേക്ക് പോയി. അപ്പൊ എന്തായിട്ട് മാറി? ഇവിടെ ഫുള്ളായിട്ട് ഇതൊരു പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡി ആയിട്ട് മാറി. മെറ്റൽ സ്പിയർ ടെമ്പററി ഗെയിൻസ് എ പോസിറ്റീവ് ചാർജ് അല്ലേ. ഇതിന് ടെമ്പററി ആയിട്ട്, അതായത് ഇവിടെ വന്നു കഴിഞ്ഞു, ഇവിടെ നമ്മൾ ഇത് മെറ്റൽ റോഡ് കൊണ്ടുവന്നില്ല നെഗറ്റീവ് ചാർജ്, അത് വന്നു കഴിഞ്ഞപ്പോൾ ഈ മെറ്റൽ സ്പിയർ അതായിട്ട് മാറി
ടെമ്പററി ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡി ആയിട്ട് മാറി. അതിന് കാരണം എന്താണ്? ഇലക്ട്രോൺസ് ഇൻ ദ സ്പിയർ ആർ ലോസ്റ്റ് ഡ്യൂ ടു എർത്തിങ് അല്ലേ? സ്പിയറിലെ ഇലക്ട്രോൺസ് എങ്ങനെയാണ്? ഇങ്ങോട്ട് പോയി, താഴോട്ട് പോയി. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതൊരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡി ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അതുകൊണ്ടല്ലേ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു എന്തായിട്ട് മാറി? ഒരു സ്പിയർ ആയിട്ട് മാറി. അപ്പം ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഓഫ് എ ചാർജ്ഡ് ഒബ്ജക്റ്റ്. മനസ്സിലായല്ലോ? അപ്പം ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്. ഞാൻ പറഞ്ഞില്ലേ, കോണ്ടാക്ട് ഒന്നും വിത്തൗട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഓഫ് എ ചാർജർ ഒബ്ജക്റ്റ്. ചാർജർ ഒബ്ജക്റ്റുമായിട്ടൊരു ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ ഇതൊരു ചാർജിങ് മെത്തേഡാണ്, ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യാനുള്ള മെത്തേഡാണ്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്താണ് ഈ മെറ്റൽ റോഡും, അതായത് ഇവിടുത്തെ കണ്ടില്ല നെഗറ്റീവ് ചാർജ് റോഡും എർത്തിങ് മാറ്റി കഴിഞ്ഞപ്പോൾ അത് എന്തായിട്ട് മാറി? അതൊരു പോസിറ്റീവ് ചാർജുള്ള ഒരു സ്പിയർ ആയിട്ട് മാറി. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ റോഡ് യൂസ്ഡ് ഫോർ ദ ചാർജിങ് ഡിഡ് നോട്ട് ഹാവ് എനി ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് മെറ്റൽ സ്പിയേഴ്സ്. ദിസ് ടൈപ്പ് ഓഫ് ചാർജിങ് മെത്തേഡ് ഈസ് നോൺ ആസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അതിന്റെ ഡെഫിനിഷനും നമ്മൾ പറഞ്ഞു. ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് അല്ലേ ഓഫ് എ ചാർജർ ഒബ്ജക്ട്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഒരു ഒബ്ജക്ട്സിൽ നമുക്ക് ചാർജ് കൊടുക്കുന്നത്. ഇപ്പൊ നെഗറ്റീവ്ലി ചാർജർ വന്നു, പോസിറ്റീവ്ലി ചാർജർ വന്നപ്പോൾ മുമ്പേ കാണിച്ചില്ലായിരുന്നു. പോസിറ്റീവ്ലി ചാർജർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് വന്നപ്പോൾ ഇതുപോലെ തന്നെ ഇലക്ട്രോൺസ് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇലക്ട്രോൺസ് അങ്ങോട്ട് വരും ഇല്ല, ഇലക്ട്രോൺസ് അങ്ങോട്ട് വരും. അപ്പൊ എന്തായിട്ട് മാറും? ഫുള്ളി ഇതായിട്ട് ഒരു നെഗറ്റീവ് ചാർജർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ട് മാറുവാണ് ചെയ്യുന്നത്. ദാറ്റ് മെത്തേഡ് ഈസ് നോൺ ആസ് എ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പൊ നമ്മൾ 3 തരത്തിൽ ചാർജിങ് പഠിച്ചു ഇല്ലേ? എങ്ങനെയാണ് ചാർജിങ് ചെയ്യുന്നത്? 3 തരത്തിലുള്ള ചാർജിങ് പഠിച്ചു. ബൈ ഫ്രിക്ഷൻ ഇല്ലേ? ഫ്രിക്ഷൻ മൂലം, ഉരസൽ അല്ലെങ്കിൽ ഘർഷണം മൂലം പഠിച്ചു. ദെൻ കണ്ടക്ഷൻ, അതായത് കോണ്ടാക്ട് മൂലം ഇല്ലേ? ബൈ കോണ്ടാക്ട് മൂലം. അതുപോലെ തന്നെ ബൈ ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ഇൻഡ്യൂസ് ചെയ്യുവാണ് ഇല്ലേ? അതായത് അതിലേക്ക് ചാർജ് വരുവാണ് ചെയ്യുന്നത് കേട്ടോ. അതെന്താണ്? ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നും വരുന്നില്ല. അപ്പൊ 3 തരത്തിലുള്ള ചാർജിങ് മെത്തേഡ്സുകളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ ആണല്ലോ? അപ്പൊ 3 തരത്തിലുള്ള ചാർജിങ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഇനി ആ ഒബ്ജക്ട്സിൽ നമുക്ക് ചാർജ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ഡിറ്റക്ട് ചെയ്യണം. നമുക്ക് അറിഞ്ഞൂടോ, ഒരു ബോഡി എടുത്തിരിക്കുക, ഒരു ഒബ്ജക്റ്റ് തന്നു, ആ ബോഡിയിലേക്ക് നമുക്ക് ചാർജ് ഉണ്ടോ നമ്മൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുമോ? തൊട്ട് നോക്കിയാൽ ചിലപ്പം ഷോക്ക് അടിച്ചെന്നിരിക്കും ഇല്ലേ? ഇപ്പോൾ എന്താണ് ഒരു കറണ്ടുള്ള ഒരു വസ്തുവിലേക്ക്, ഹെവി ആയിട്ടുള്ള കറണ്ടുള്ള വസ്തുവിലേക്ക് നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയാൽ ചാർജ് ഉണ്ടോ അല്ലെങ്കിൽ ടച്ച് ചെയ്ത് നോക്കണം. പക്ഷേ ടച്ച് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അല്ലാത്ത രീതിയിൽ നമുക്ക് ആ ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. ചാർജർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ദാറ്റ് ഈസ് ദ ഇലക്ട്രോസ്കോപ്പ്. കണ്ടോ? നോക്കി, ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറ്റക്ട് ആൻഡ് മെഷർ ദ ചാർജ് ഓഫ് ആൻ ഒബ്ജക്ട് യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ് കോൾഡ് ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഒബ്ജക്റ്റിൽ എന്താണ് ചാർജിന്റെ പ്രസൻസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇലക്ട്രോസ്കോപ്പിനെ കുറിച്ചാണ്. അപ്പൊ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് ചാർജ്. ഇലക്ട്രോസ്കോപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഡിറ്റക്ട് കേട്ടോ, ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ചാർജ്. ചാർജിന്റെ പ്രസൻസ് കേട്ടോ, ഡിറ്റക്ട് എന്നാണ് കേട്ടോ. ഡിറ്റക്ട് ആൻഡ് മെഷർ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ചാർജിന്റെ പ്രസൻസ് അവിടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ആ ഇലക്ട്രോസ്കോപ്പിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ? എന്തെല്ലാം പാർട്സുകളുണ്ട് ഇലക്ട്രോസ്കോപ്പിന്? ചോദിക്കാം കേട്ടോ. ഇലക്ട്രോസ്കോപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? വിച്ച് ആർ ദ പാർട്സ് ഓഫ് ഇലക്ട്രോസ്കോപ്പ്? ഞാൻ നോക്കിയാൽ എന്തൊക്കെയാണ്? ഇവിടെ നോക്കി, ഒരു മെറ്റൽ സ്പിയർ ഉണ്ട് കേട്ടോ. ഇതൊരു മെറ്റൽ സ്പിയർ ആണ്. ആ മെറ്റൽ സ്പിയർ ഒരു ഗ്ലാസ് ജാർ ആണ് കേട്ടോ. ഇവിടെ ഒരു ഗ്ലാസ് ജാർ ഉണ്ട്. ആ ഗ്ലാസ് ജാറിന്റെ വായ്ഭാഗത്ത് ഒരു കോർക്ക് വെച്ച് അടച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു മെറ്റാലിക് കണ്ടക്ടർ കണ്ടോ? ഒരു മെറ്റാലിക് കണ്ടക്ടർ ആണിത്. ആ മെറ്റാലിക് കണ്ടക്ടർ ഒരു മെറ്റൽ സ്പിയർ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി ആ മെറ്റാലിക് കണ്ടക്ടറിന്റെ താഴ്ഭാഗത്തായിട്ട് ഗോൾഡൻ ലീവ്സ്, വളരെ തിന്നായിട്ടുള്ള കേട്ടോ, ഒരുപാട് കട്ടിയൊന്നും ഇല്ലാത്ത തിന്നായിട്ടുള്ള ഗോൾഡൻ ആയിട്ടുള്ള ലീവ്സ് കണക്ട് ചെയ്തിരിക്കും. അത് ഒരു സ്പിയർ ആണ്. ദെൻ അതിങ്ങനെ താഴോട്ട് ഒരു മെറ്റൽ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. മെറ്റൽ കണ്ടക്ടർ ആണ്. അതിലേക്ക് ഇങ്ങനെ ഒരു തിന്നായിട്ടുള്ളൊരു ഒരു ലീവ്സ്, അതിങ്ങനെ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കും കേട്ടോ. വി ഷേപ്പിലാണ് വെച്ചത്. അത് ഒരു ഗ്ലാസ് ജാറാണ് കേട്ടോ. ഓർത്തോ, ഇതൊരു ഗ്ലാസ് ജാറുമാണ്. അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഓർക്കാമല്ലോ. അപ്പം ഇലക്ട്രോസ്കോപ്പിന് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അതുപോലെ തന്നെ വിച്ച് ആർ ദ പാർട്സ് ഓഫ് ഇലക്ട്രോസ്കോപ്പ് എന്തൊക്കെയാണ്? മെറ്റൽ സ്പിയർ ഉണ്ട്. പിന്നെന്താണ്? ഗ്ലാസ് ജാർ ഇല്ലേ? മെറ്റൽ സ്പിയർ, ഗ്ലാസ് ജാറ്, പിന്നെന്താണ്? മെറ്റാലിക് ഇല്ലേ? മെറ്റാലിക് കണ്ടക്ടർ എഴുതുക കേട്ടോ. മെറ്റാലിക് കണ്ടക്ടർ. പിന്നെന്താണ്? ഗോൾഡൻ ലീവ്സ് കേട്ടോ. ഗോൾഡൻ ലീവ്സ് കേട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ആവശ്യം നമുക്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം.
ഒരു കോപ്പർ വയർ വേണം, കോർക്ക് വേണം, ഇവിടെ നമുക്ക് അലുമിനിയം ഫോയിൽ കേട്ടോ. ഗോൾഡൻ ലീവ്സ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അലുമിനിയത്തിന് ഫോയിൽ ഇല്ലേ, നമ്മളെ ഫുഡൊക്കെ കവർ ചെയ്യാനൊക്കെ അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ, അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെയുള്ള ഒരു ഇലക്ട്രോസ്കോപ്പ് ഉണ്ടാക്കാം. ക്ലിയറായല്ലോ? അപ്പം അങ്ങനെ ഇലക്ട്രോസ്കോപ്പ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അപ്പം ഒരു ചാർജിന്റെ പ്രസൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യണമല്ലോ, അതെല്ലാം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് നമ്മളെടുത്ത് ഈ ഇതിന്റെ സമീപത്തേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജ് അവിടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് ഡിറ്റക്ട് ചെയ്യണം. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു വസ്തുവിനെ കൊണ്ടുപോകും. സപ്പോസ് ഒരു നെഗറ്റീവ് ചാർജുള്ള റോഡാണെന്ന് ചോദിച്ചു, ഇതൊരു നെഗറ്റീവ് ചാർജുള്ള റോഡ്, നെഗറ്റീവ് ചാർജാണ്. അപ്പൊ നമുക്കറിയാം ഇതൊരു മെറ്റൽ സ്ഫിയർ ആണ്. ഇവിടെ എങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ, മെറ്റൽ സ്ഫിയർ ആണ്. ഈ മെറ്റൽ സ്ഫിയറിൽ എന്തുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഇതെല്ലാം സ്പ്രെഡ് ചെയ്തിരിക്കും ഇല്ലേ, സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം സ്പ്രെഡ് ചെയ്തിരിക്കും. അപ്പൊ ഇതിലേക്ക് നമ്മളൊരു നെഗറ്റീവ് റോഡ് വരിക. അപ്പൊ എന്ത് സംഭവിക്കും, നെഗറ്റീവ് റോഡ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അതാ നോക്കിയേ, പോസിറ്റീവ് എല്ലാം ഈ സൈഡിലേക്ക് കൂടെ വരും അല്ലേ, പോസിറ്റീവ് എല്ലാം ഇവിടെ നിൽക്കും അല്ലേ, ബാക്കി നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് എല്ലാം ഇങ്ങോട്ട് മാറിപ്പോകും. ആ നെഗറ്റീവ് എല്ലാം ഇവിടെ എന്താണ്, ഒരു മെറ്റാലിക് എന്താണ് കണ്ടക്ടർ അല്ലേ, ആ മെറ്റാലിക് കണ്ടക്ടർ വഴി എന്ത് സംഭവിക്കും, ഈ നെഗറ്റീവ് എല്ലാം ഇങ്ങോട്ട് പോരും. എന്നിട്ട് ഇവിടെ ഒരു ഫോയിൽ വെച്ചിട്ടുണ്ടല്ലോ, ഈ ഫോയിലിന്റെ അതിങ്ങനെ അടുത്താണ് ഇരിക്കുന്നത്, ആ ഫോയിൽ ഇങ്ങനെ വി ഷേപ്പിലുള്ള ഒരു ഫോയിൽ അതിങ്ങനെ അടുത്താണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്ത് സംഭവിക്കും, ഈ നെഗറ്റീവ് എല്ലാം ഇങ്ങോട്ട് വരുക. ഈ നെഗറ്റീവ് എല്ലാം വന്നിട്ട് ഈ എന്താണ് ഈ ലീവ്സ് ഉണ്ട്, ഈ ലീവ്സിലേക്ക് വരിക. ലീവ്സിലേക്ക് വന്ന് ഇവിടെയും വന്നു നെഗറ്റീവ്, ഇവിടെയും വന്നു. അപ്പൊ എന്ത് സംഭവിക്കും, രണ്ട് സൈഡിലെ നെഗറ്റീവ് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ലീവ്സ് ഇങ്ങനെ റിപ്പിൾ ചെയ്ത് നിൽക്കും, ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ, ഇങ്ങനെ വിടർന്ന് നിൽക്കും. അപ്പം ആ ലീവ്സ് ആദ്യം ഇങ്ങനെയായിരുന്നു നിന്നിരുന്നത്. അപ്പൊ നെഗറ്റീവ് ഈ സൈഡിലെ നെഗറ്റീവ് വന്നു, ഈ സൈഡിലെ നെഗറ്റീവ് വന്നപ്പോൾ സെയിം ചാർജസ് ആണ്, ലൈക്ക് ചാർജസ് നമ്മൾ റിപ്പിൽ. അപ്പൊ ഇതെന്ത്, ഇതിങ്ങനെ ഡൈവേർജ് ചെയ്ത് നിൽക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ കൊണ്ടുവന്ന ഒബ്ജക്റ്റ് ഇതുണ്ടല്ലോ, ഈ ഒരു ഒബ്ജക്റ്റിന് എന്താണ് ചാർജ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇലക്ട്രോസ്കോപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നോക്കിയാൽ ഇലക്ട്രോസ്കോപ്പിന് ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതാ നോക്കുക, ഗ്ലാസ് ജാറാണ് ഇവിടെയുള്ള, ഒരു മെറ്റലിൻ്റെ ഒരു സ്പിയർ മേളിലുണ്ട്, അത് ന്യൂട്രലാണ്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് എല്ലാം അവിടെ ഇരിക്കുന്നു അല്ല, നിങ്ങൾക്ക് കാണാമല്ലോ. ഇതാ ഞാനിവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള റോഡ് കൊണ്ടുവരുവാണ്. അത് ആ റോഡ് ഇതിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കണ്ടില്ലേ, ഉള്ള നെഗറ്റീവ് ചാർജ് എല്ലാം റിപ്പൽ ചെയ്ത് പോയി, റിപ്പൽ ചെയ്ത് താഴോട്ട് വരുന്നുണ്ട് അല്ലേ. താഴോട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ആ രണ്ട് ലീവ്സിന് രണ്ട് സൈഡിൽ നെഗറ്റീവ് ചാർജ് വന്നു, അത് റിപ്പൽ ചെയ്തു ഇല്ലേ, ഡൈവേർജ് ചെയ്ത് നിൽക്കുവാണ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ബാക്കി പോസിറ്റീവ് ചാർജ് എല്ലാം മേളിൽ നിൽക്കുന്നു. ക്ലിയർ ആയല്ലോ. അത് അതിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ വരും, അടുത്തേക്ക് വരുമ്പോൾ എന്താണ് നെഗറ്റീവ് ചാർജ് എല്ലാം താഴോട്ട് വരുന്നുണ്ട്, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ അത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാ നോക്കട്ടെ, മേക്ക് എ സ്മോൾ ഹോൾ ഇൻ ദ സെൻറ്റർ ഓഫ് ദ കോർക്ക്, then insert a part of the straw through the hole and secure it, pass the copper wire through it, make a V shape of the end of the copper wire and attach two small pieces of aluminum foil. Attach. These are the leaves of the electroscope. At the other end of the copper wire stick a ball of aluminum foil. Aluminum foil stick ചെയ്ത് വെച്ചിരിക്കുകയാണ്. then close the bottle with a cork, bring a charger, ഒരു ചാർജറായിട്ട് ഗ്ലാസ് റോഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ചാർജ് മിക്സ് ചെയ്തായിട്ടിരിക്കുകയാണ്, പോസിറ്റീവ് നെഗറ്റീവ് മിക്സ് ആയിട്ടിരുന്നു. അപ്പോൾ പോസിറ്റീവ് എല്ലാം ഇവിടെ വരും, നെഗറ്റീവ് എല്ലാം ഇങ്ങോട്ട് പോകും. ഇത് സംഭവിക്കുന്നുണ്ട്, അത് ഇവിടെ കണ്ടക്ടർ വഴി താഴോട്ട്, ആ നെഗറ്റീവ് എല്ലാം കണ്ടക്ടർ വഴി എന്താണ് താഴോട്ട് വരും, എന്നിട്ട് ഈ ലീവ്സിലേക്ക് വരും. അപ്പോൾ സെയിം ചാർജസ് അല്ലേ വരുന്നത്, ലൈക്ക് ചാർജസ് വരുമ്പോൾ ഈ ലീവ്സ് അവിടെ റിപ്പൽ ചെയ്യും. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാം എന്താണ് ഈ കൊണ്ടുവന്ന ഈ ഒബ്ജക്റ്റിന് എന്താണ് ചാർജ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ പോസിറ്റീവ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പോസിറ്റീവ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെയുള്ള നെഗറ്റീവ് എല്ലാം ഈ സൈഡിൽ വരും, ബാക്കി പോസിറ്റീവ് എല്ലാം ഇങ്ങോട്ട് വരും ഇല്ല, പോസിറ്റീവ് എല്ലാം ഇങ്ങോട്ട് വന്നിട്ട് ആ പോസിറ്റീവ് രണ്ട് സൈഡിൽ നിൽക്കും, അപ്പോഴും അത് റിപ്പൽ ചെയ്യും. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്താണ് അത് റിപ്പൽ ചെയ്ത് നിൽക്കും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് നിൽക്കും. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാം ഈ കൊണ്ടുവന്ന ഒബ്ജക്റ്റിന് എന്താണ് ആ വസ്തുവിന് ചാർജ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഒബ്സർവേഷയുടെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, വാട്ട് ഡു യു ഒബ്സർവ്, വാട്ട് ഈസ് ദ റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് നമുക്കവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്, ദ അലുമിനിയം ലീവ്സ് ഡൈവേർജ് എന്ന് പറയാം ഇല്ലേ, അലുമിനിയം ലീവ്സ് ഡൈവേർജ് എന്ന് പറയാം. വാട്ട് ഈസ് ദ റീസൺ, റീസൺ എന്താണ് പറയുന്നത് ചാർജർ ഗ്ലാസ് റോഡ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് വന്നു, അപ്പൊ എന്ത് അലുമിനിയം ഫോയിലേക്ക് ചാർജസ് വന്നു, ഇൻഡ്യൂസ് ചെയ്തു ഇല്ല വന്നു. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ചാർജസ് ആയതുകൊണ്ട് അലുമിനിയം ലീവ്സിന് എന്ത് സംഭവിക്കുന്നുണ്ട്, മൂവ് അപ്പാർട്ട് എന്ന് പറയാമില്ല, അപ്പം റിപ്പൽ ചെയ്തതെന്ന് പറയാം. ക്ലിയർ ആയല്ലോ, ദാറ്റ് ഈസ് ദ ആൻസർ. ഇനി ബ്രിങ് എ ന്യൂട്രൽ ഒബ്ജക്ട് നിയർ ബൈ, ഡു ദ ലീവ്സ് ഡൈവേർജ്. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ടുവരിക, ന്യൂട്രൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ടുവരുവാണെങ്കിൽ ഡൈവേർജ് ചെയ്യുമോ ഇല്ല, ന്യൂട്രൽ ആയിട്ടുള്ള ഒബ്ജക്റ്റിലാണ് കൊണ്ടുവരുന്നത്. ന്യൂട്രൽ ആയിട്ട് ഒബ്ജക്റ്റ് കൊണ്ടുവരുമ്പോൾ എന്താണ് ഇതും ന്യൂട്രൽ ആയിട്ട് ഒബ്ജക്റ്റ് തന്നെയാണ്, അപ്പോൾ അതാണ് ഡൈവേർജ് ചെയ്യുമോ ഇല്ല.
അപ്പം ഇവിടെ നിന്നാണ് നോ എന്ന് പറയാം. ഡു ദ ലീവ്സ് ഡൈവേർജ് നോ എന്ന് ചോദിക്കുന്നു, നോ എന്ന് പറയാം. റീസൺ എന്താണ്? എക്സസ് ചാർജ് ഒന്നും ഇല്ല. ന്യൂട്രൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഇവിടെ കൊണ്ടുവരാൻ എക്സസ് ചാർജസ് ഉണ്ടോ? ഇല്ല. അപ്പം എന്താണ് അവിടെ ഇൻഡ്യൂഷൻ നടക്കുന്നില്ല. അപ്പം എന്താണ് റിപ്പൽഷൻ അവിടെ നടക്കുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ഡൈവേർജൻസ് ഇല്ല, ഈ ലീവ്സ് ഉണ്ടല്ലോ, ഈ ലീവ്സിന്റെ ഡൈവേർജൻസ് ആണ് പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് നമ്മളവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. പറയാലോ? ദ ഡൈവേർജൻസ് ഓഫ് ലീവ്സ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഡൈവേർജൻസ് നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചാർജ് നല്ലോണം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ന്യൂട്രൽ ഒബ്ജക്റ്റ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഡൈവേർജ് ചെയ്യോ ഇല്ല. ഓക്കെ ആണല്ലോ? അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതാ നോക്കിയേ. When an electrically charged object is electrically charged object is brought near the metal sphere of an electroscope, the divergence between its leaves changes. അല്ലേ? ഡൈവേർജൻസ് മാറ്റം ഉണ്ടാകും. കൂടുതലായിട്ട് ചാർജ് ഉള്ളത് കൊണ്ടുവരുവാണെങ്കിൽ അത് നല്ലോണമായിരിക്കും. ഹൗ ന്യൂട്രൽ ഒബ്ജക്ട്സ് കോസ് നോ മൂവ്മെന്റ്സ് ഇൻ ദ ലീവ്സ്. ന്യൂട്രൽ ഒബ്ജക്റ്റ് കൊണ്ടുവന്നാൽ മൂവ്മെന്റ്സ് ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അത് അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡു ഒബ്സർവ്, വാട്ട് ഈസ് എ റീസൺ എന്ന് ചോദിച്ചിരുന്നോട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ദ അലുമിനിയം ലീവ്സ് ഡൈവേർജ് ചെയ്യും. അതിന് റീസൺ എന്താണ്? ചാർജർ ഗ്ലാസ് റോഡ് ഈസ് ബ്രോഡ് ക്ലോസ്, ചാർജസ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ദ അലുമിനിയം ബോൾ. അലുമിനിയം ഫോയിൽ തൊട്ട് അലുമിനിയം ലീവ്സ് എന്ന് പറയാം. ബോൾ അല്ല, അലുമിനിയം ലീവ്സ് ദ സെയിം ടൈപ്പ് ഓഫ് ചാർജ് മൂവ്സ് ടു ബോത്ത് അലുമിനിയം ലീവ്സ് സോ ദേ റിപ്പൽ ഈച്ച് അതർ. അതിന് കാരണം എന്താണ്? ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും കേട്ടോ. അപ്പം കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ദ ഡൈവേർജൻസ് ഓഫ് ലീവ്സ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ദി ഗ്രേറ്റർ ദ ഡൈവേർജൻസ് ഗ്രേറ്റർ ദ ചാർജ്. ന്യൂട്രൽ ഒബ്ജക്ട് ഡസ് നോട്ട് കോസ് ഡൈവേർജൻസ്. കൺഫേം ദാറ്റ് ഇറ്റ് വാസ് നോ നെറ്റ് ചാർജ്. അല്ലേ? അപ്പം ഡൈവേർജൻസ് ഒന്നും ഇല്ലാന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഡൈവേർജൻസ് ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതിന് നെറ്റ് ചാർജ് ഒന്നുമില്ല, അത് ന്യൂട്രൽ ഒബ്ജക്റ്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ് ഇലക്ട്രോസ്കോപ്പ്. അപ്പോൾ ചോദിക്കാം അങ്ങോട്ട്, ഇലക്ട്രോസ്കോപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, വിച്ച് ആർ ദ പാർട്സ്, അത് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഡൈവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒബ്ജക്റ്റിലേക്ക് ചാർജ് ഉണ്ട് മനസ്സിലാക്കാം. ഡൈവേർജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ നെറ്റ് ചാർജ്. അതായത് കൊണ്ടുവന്ന ഒബ്ജക്റ്റ് ഏതാണ്? ദാറ്റ് ഈസ് ന്യൂട്രൽ ഒബ്ജക്റ്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു കേട്ടോ. ചാർജിങ്ങിൻ്റെ 3 സെക്ഷൻ പഠിച്ചായിരുന്നു. ഫ്രിക്ഷൻ പഠിച്ചു, കണ്ടക്ഷൻ പഠിച്ചു, ഇൻഡക്ഷൻ പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് അതാണ് ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ആക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എർത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എർത്തിങ്ങിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എർത്തിങ്ങിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കട്ടെ. ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ 10th വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എങ്കിലും മനസ്സിലാക്കിയിരിക്കട്ടെ. എർത്തിങ് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ 3 പിൻ പ്ലഗ് ഒക്കെ ഉപയോഗിക്കുന്നില്ല. അത് 2 പിൻ പ്ലഗ് നമുക്ക് ചെറിയ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 പിൻ പ്ലഗ് ഉപയോഗിക്കാറുണ്ട്. അതേസമയം അതാണ് വലിയ ഇപ്പോൾ TV അല്ലെങ്കിൽ എന്താണ് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി 3 പിൻ പ്ലഗ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഈ എർത്തിങ്ങിന് വേണ്ടിയാണ്, കൂടുതൽ സേഫ്റ്റി കിട്ടാൻ വേണ്ടിയാണ്. മെറ്റൽ ബോഡിയിലേക്ക് ചാർജസ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ് അത് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്, എർത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് അവിടെ 3 പിൻ പ്ലഗ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 10th വരുമ്പോൾ പഠിക്കാനുണ്ട്. അപ്പം ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അപ്പം ദാറ്റ് ഈസ് എർത്തിങ്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പം പഠിക്കുക, മനസ്സിലാക്കി പഠിക്കട്ടെ. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഓരോരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇത്. ഒബ്സർവേഷനിൽ കൂടിയാണ് നമുക്ക് ഫിസിക്സ് പഠിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ പഠിക്കുകയാണെന്ന് ഒരിക്കലും നിങ്ങൾ മറന്നു പോവില്ല. ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഇതൊന്നും റിലേറ്റ് ചെയ്ത് പോകുക കേട്ടോ. കാരണം ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇലക്ട്രോസ്കോപ്പ് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കാം, ഡിസ്കഷൻസ് നടത്താം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അറിയാൻ മേലാത്ത കുട്ടികളൊക്കെ ഒരുപാടുണ്ടായിരിക്കും. ബേസ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. ആ ബേസ് തറവാക്കി തന്നെ പോകണം. അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്ടുകളുണ്ട്, അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.